ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എമ്പുരാൻ എന്ന ചിത്രം ഇപ്പോൾ ഏറെ വിവാദങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടും BJP-യെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലെല്ലാമാണ് ഈ വിവാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുരളി ഗോപി ഈ ഒരു ചിത്രത്തിൽ മാത്രമല്ല, ഇതിനു മുന്നേ എഴുതിയിട്ടുള്ള തന്റെ ചിത്രങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചെല്ലാം വിമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും ഇത്തരത്തിൽ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെയും എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെയും മുരളി ഗോപി ഏതെല്ലാം രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഏതെല്ലാം രാഷ്ട്രീയക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്പോയിലറായി പോകേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന ചിത്രവും ലൂസിഫർ എന്ന ചിത്രവും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ചിത്രങ്ങൾ കണ്ടതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യത്തേത് PKRനെയും കുടുംബത്തെയും നോക്കാം. ഈ ഒരു കുടുംബത്തെ കോൺഗ്രസ് പാർട്ടിയുമായി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഫാമിലിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. PKR എന്ന ക്യാരക്ടറിനെ രാജീവ് ഗാന്ധിയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ചിത്രത്തിന്റെ അവസാന ഭാഗത്തോട്ടെടുക്കുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം എന്ന ആ ഒരു ക്യാരക്ടർ ജതിൻ രാംദാസിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇന്ത്യയിൽ ഒരു അലിഖിത നിയമമുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെടുകയാണെങ്കിൽ തുടർന്ന് ആ ഒരു സ്ഥാനത്തേക്ക് കണ്ടെത്തുന്നത് പുറത്തുള്ള ആരെയും ആകില്ല, പകരം ആ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖസാദൃശ്യമുള്ള അയാളുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇങ്ങനെ ഫാമിലിപരമായി ഭരണം കൈമാറി വരുന്ന ഒരു വലിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിലെ രാജീവ് ഗാന്ധിയായിട്ടാണ് ഇവിടെ PKRനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ മകളായി വരുന്ന പ്രിയങ്ക ഗാന്ധിയായിട്ടാണ് ചിത്രത്തിൽ മഞ്ജു വാര്യറിന്റെ പ്രിയദർശിനി എന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ ഒരു പേരിലൂടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആദ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതിരിക്കുകയും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ് പ്രിയദർശിനിയായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രിയദർശിനിയുടെ ഭർത്താവായി ചിത്രത്തിൽ വന്നിരുന്നത് ബോബി എന്ന് വിളിപ്പേരുള്ള വിവേക് ഒബ്രോയിയുടെ ക്യാരക്ടറായിരുന്നു. ഈ ഒരു ക്യാരക്ടറിനെ സത്യത്തിൽ ഉദ്ദേശിച്ചിരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വദ്ര എന്ന ആളെയാണ്. അത് ആ ഒരു ക്യാരക്ടറിന്റെ ലുക്കിലൂടെ തന്നെ നമുക്ക് കാണാം. റോബർട്ട് വദ്രയുടെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ആ ഒരു ലുക്കുമെല്ലാം അതുപോലെ തന്നെ ബോബിയിലേക്ക് കൊണ്ടുവരാൻ പൃഥ്വിരാജ് സുമാനൻ ശ്രദ്ധിച്ചിരുന്നു. ഇനി അടുത്തത് PKRന്റെ മകനായി വരുന്ന ജതിൻ രാംദാസ്. ഇത് രാജീവ് ഗാന്ധിയുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. ആദ്യം ഇന്ത്യയിൽ പഠിച്ച് പിന്നീട് വിദേശത്ത് പോയി പഠിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ചിത്രത്തിലും അച്ഛൻ കാരണം നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയും പിന്നീട് ചേട്ടൻ വിളിക്കുന്നതനുസരിച്ച് കേരളത്തിലേക്ക് എത്തി രാഷ്ട്രീയ നേതാവായി മാറുകയും ചെയ്ത ജതിൻ രാംദാസിലൂടെയും കാണിച്ചത്. സോ ഇത്തരത്തിൽ PK രാംദാസ്, ജതിൻ രാംദാസ്, പ്രിയദർശിനി രാംദാസ്, ബോബി എന്നിവരെല്ലാം യഥാക്രമം രാജീവ് ഗാന്ധിയായും രാഹുൽ ഗാന്ധിയായും പ്രിയങ്ക ഗാന്ധിയായും റോബർട്ട് വദ്രയുമായിട്ടുമെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് സുരാജിന്റെ സജനചന്ദ്രൻ. ഈ ഒരു ക്യാരക്ടറിനെ K സുരേന്ദ്രനുമായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ആ പേരിലൂടെ തന്നെ സിമിലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ചന്ദ്രൻ, സുരേന്ദ്രൻ എന്നിങ്ങനെയെല്ലാമാണ് ആ പേരിന്റെ അവസാനം വരുന്നത്. കൂടാതെ സിനിമയിൽ ചില സീനുകളിൽ ഈ ഒരു ക്യാരക്ടറിന് ഹിന്ദി അത്ര നല്ല വശമല്ലെന്നും എന്നിരുന്നാലും ജതിൻ രാംദാസ് ഡൽഹിയിലേക്കോ മറ്റോ പോകുമ്പോൾ മുന്നേ എന്ന ക്യാരക്ടറിനോട് തനിക്ക് ഹിന്ദി അറിയാമെന്നും താൻ തർജ്ജിമ ചെയ്യാൻ വരാമെന്നും പറയുന്നുണ്ട്. ഇത് K സുരേന്ദ്രൻ കേരളത്തിൽ ഇങ്ങനെ BJP-യുടെ പരിപാടി നടന്ന സമയത്ത് തർജ്ജിമ ചെയ്യാൻ പോവുകയും ചില കാര്യങ്ങൾ തെറ്റിപ്പോവുകയും അതിലൂടെ ട്രോളുകൾക്കിരയായിട്ടുമുണ്ട്. സോ ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന പോലെയാണ് ഈ സജനചന്ദ്രൻ എന്ന ക്യാരക്ടറിന് ഹിന്ദി അത്ര വശമല്ലെന്നും എന്നിരുന്നാൽ പോലും താൻ തർജ്ജിമ ചെയ്യാൻ വരാമെന്നെല്ലാം പറയുന്നതായി കാണിച്ചത്. ഇതുകൂടാതെ ചില ഡയലോഗുകളിലൂടെ BJP ഇത്ര സീറ്റ് പിടിക്കും, ഇത്ര സീറ്റുകളിൽ വിജയിക്കും എന്നീ ഡയലോഗുകളിലൂടെയുമെല്ലാം K സുരേന്ദ്രനെ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. അടുത്തത് ബജ്രംഗി എന്ന ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിന്റെ ആദ്യ പേരായി പറയുന്നത് ബൽരാജ് എന്നാണ്. സോ ഈ ബൽരാജ് എന്ന പേരും ബജ്രംഗിയുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടർ ബാബു ബജ്രംഗി എന്ന വ്യക്തിയായിരിക്കാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ബാബു ബജ്രംഗി എന്ന വ്യക്തിയും ഗുജറാത്ത് കലാപകാലത്ത് ഒരുപാട് അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊന്നിട്ടുണ്ടെന്നുമെല്ലാമാണ് അറിയാനായി സാധിക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കാം ബാബു ബജ്രംഗി എന്ന പേരുമായി സിമിലർ ആകുന്ന ബൽരാജ് ബജ്രംഗി എന്നൊരു പേര് തന്നെ ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിരുന്നത്. മറ്റൊന്ന്, ഈ ബജ്രംഗി എന്ന ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന മുന്ന എന്ന ക്യാരക്ടർ. ഇത് മുന്ന ബജ്രംഗി എന്ന വ്യക്തിയുടെ ഒരു റെഫറൻസ് ആയിട്ടായിരിക്കാം കൊടുത്തിരിക്കുന്നത്. മുന്ന ബജ്രംഗി എന്ന ഈ ഒരാൾ സമാജ്വാദി പാർട്ടിയിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ചിരിക്കുകയും പാർട്ടിക്ക് വേണ്ടിയും മറ്റും ഒരുപാട് അതിക്രമങ്ങൾ നടത്തുകയും കൊലപാതകങ്ങൾ വരെ നടത്തുകയും പിന്നീട് ജയിലിൽ വെച്ച് വെടിയേറ്റ് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. സോ ഇത്തരത്തിൽ ഒരുപാട് ക്രൈംസ് എല്ലാം ചെയ്തിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് ചിത്രത്തിലെ മുന്നയും വരുന്നത്. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് മുന്ന ബജ്രംഗി എന്ന ഈ ഒരു ആളുടെ പേര് തന്നെ കൊടുത്തത്. ഇനി വരുന്നത് മേടയിൽ രാജൻ. ഈ ഒരു ക്യാരക്ടറിനെ CPM നേതാവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്.
ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചില രംഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടർ മിക്കവാറും പിണറായി വിജയനായിട്ടാകാൻ വരുന്നത്. അതിന് കാരണം എമ്പുരാൻ എന്ന ചിത്രത്തിൽ ബൈജുവിന്റെ ക്യാരക്ടർ പാർട്ടി പരിപാടിയാണോ എങ്കിൽ അവിടെ തിരുവാതിര ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന രീതിയിൽ ഒരു തിരുവാതിരയും മറ്റും അവതരിപ്പിച്ചിരുന്നു. കൂടാതെ സജനചന്ദ്രൻ എന്ന ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടുത്തെ പേര് നോക്കിയാലും രാജൻ, വിജയൻ എന്നീ സിമിലാരിറ്റികൾ നമുക്ക് കാണാം. ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും ഈ ഒരു ക്യാരക്ടറിനെ പിണറായി വിജയനുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ ചിത്രത്തിലും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ അത് OTT വന്നതിന് ശേഷം നല്ല രീതിയിൽ നോക്കി പറയുന്നതായിരിക്കും. മറ്റൊന്ന്, ചിത്രത്തിന്റെ തുടക്കത്തിൽ നന്ദുവിന്റെ ക്യാരക്ടർ സായ്കുമാറിന്റെ അടുത്ത് വന്നുകൊണ്ട് രാജിക്കത്ത് കൊടുക്കുമ്പോൾ സായ്കുമാർ അത് മേടിച്ചുകൊണ്ട് താൻ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആന്റപ്പനെ പോലെ രാജിവെക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ആന്റപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും AK ആന്റണി ആകാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഇതുപോലെ മുൻപ് മുഖ്യമന്ത്രി സ്ഥാനവും മറ്റും രാജിവെച്ചിട്ടുണ്ട്. ഇനിയൊരു പ്രധാന ക്യാരക്ടറായി വരുന്നത് ഈ സായ്കുമാറിന്റെ വർമ്മ എന്ന കഥാപാത്രമാണ്. എന്നാൽ കൃത്യമായി അദ്ദേഹത്തെ ആരുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ VD സതീഷിനായിട്ടോ മറ്റോ ആയിരിക്കാം കാണിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. അടുത്തത് സെയ്ദ് മസൂദ്. പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറും കൃത്യമായി ഒരാളെയല്ല ഫോക്കസ് ചെയ്യുന്നത്, പകരം ഗുജറാത്ത് കലാപത്തിലൂടെയും മറ്റും അനാഥരാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഈ ഒരാളെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോവർദ്ധൻ എന്ന ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നതും ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം ഇടയിൽ പെട്ടുകൊണ്ട് വിഷമിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണമെന്നും എല്ലാം ശരിയാകണമെന്നും ആഗ്രഹിക്കുന്ന സാധാ ജനങ്ങളെയാണ് ഈ ഗോവർദ്ധനിലൂടെ കാണിച്ചിരുന്നതും. ഇനി അവസാനത്തേത് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി എബ്രാഹിം എന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് തോന്നിയത് ക്രിസ്ത്യാനിറ്റിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. ചിത്രത്തിൽ ഈ ഒരു ക്യാരക്ടറിനെ ലൂസിഫർ, ചെകുത്താൻ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ ഒരു എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കഥയിൽ ഇത്തരം ഗുജറാത്ത് കലാപവും ഹിന്ദു മുസ്ലിം വാറുമെല്ലാം വരുന്നത് കൊണ്ട് ഇത് രണ്ടുമല്ലാതെ മൂന്നാമതായി വരുന്ന ക്രിസ്ത്യാനിറ്റിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഈ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയെ അല്ലെങ്കിൽ ഖുറേഷി എബ്രാഹിമിനെ കാണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നതായി അവർ കണക്കാക്കുന്നത് ജീസസിനെയാണ്. ഈ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളായിട്ടാണ് ഈ ഖുറേഷി എബ്രാഹിമിനെ പറയുന്നത്. ജീസസിന് ഭൂമിയിൽ ജോസഫ് എന്ന പേരിലുള്ള ഒരു വളർത്തച്ഛൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ അച്ഛൻ ദൈവമെന്നാണ് പറയുന്നത്. ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവമെന്നാണ് പറയുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിക്കും വളർത്തച്ഛനായി PKR വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി എബ്രാഹിം എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ എമ്പുരാൻ ഈ ചിത്രത്തിൽ ഹിന്ദു മുസ്ലിം വാറെല്ലാം വരുന്നത് കൊണ്ട് ഇവരെ രണ്ടുപേരെയും കൂടാതെ വരുന്ന മൂന്നാമതായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും അറിയിക്കാം. ഇതുകൂടാതെ ഗുജറാത്ത് കലാപങ്ങൾക്ക് മുന്നോടിയായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായെന്ന് കണക്കാക്കുന്ന ആ ഗോദ്ര ട്രെയിൻ ബേണിങ്ങും, തുടർന്ന് ഈ കലാപങ്ങൾക്കിടയിൽ ഗർഭിണികളെ പോലും ഉപദ്രവിച്ചിരുന്നുവെന്നും വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ വരെ കൊന്നുമെന്നുള്ള കാര്യങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ന്യൂസ് ചാനലായി കാണിക്കുന്ന NPTV എന്നത് മിക്കവാറും ജയ്ഹിന്ദ് ചാനലിനെ പറ്റി സൂചിപ്പിച്ചതാകാനും സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അതെല്ലാം OTT വന്നതിന് ശേഷം നല്ല രീതിയിൽ പരിശോധിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.